നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാർ അനാസ്ഥ, ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പ്രഖ്യാപനം കടലാസിൽ ഒതുങ്ങുന്നു. വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ, ചെറുകുന്നിൽ KSTP റോഡ് നിർമ്മാണം അവതാളത്തിലാക്കുന്നു. കാർഷിക വിളകളുടെ വില തകർച്ച, കർഷകർക്കൊപ്പം സംസ്ഥാനത്തെ ബാങ്കുകളും പ്രതിസന്ധിയിൽ. കുഞ്ഞിമംഗലം വടക്കൻകവൽ ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം ഞായറാഴ്ച സമാപിക്കും. SFI പെരിങ്ങോം ഏരിയ സമ്മേളനം ചെറുപുഴയിൽ ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പ്രഖ്യാപനം കടലാസിൽ ഒതുങ്ങുന്നു. സ്ഥല സൗകര്യങ്ങൾ നൽകാമെന്ന് പഞ്ചായത്ത് അറിയിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നീക്കവും ഉണ്ടാകാത്തതാണ് പ്രവർത്തനം അനിശ്ചിതത്വത്തിലാകുന്നത്. മാസങ്ങൾക്ക് മുൻപാണ് ഏറെ നാളത്തെ മുറവിളികൾക്കൊടുവിൽ ചെറുപുഴയിൽ പോലീസ് സ്റ്റേഷൻ അനുവദിച്ചത്. ഇപ്പോഴത്തെ പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ വിസ്തൃതി ഏറെ വലുതായതുകൊണ്ട് ചെറുപുഴ പഞ്ചായത്തിന്റെയും മറ്റു പല ഭാഗങ്ങളിലേക്കുമുള്ള പോലീസിന്റെ സേവനം ലഭ്യമാക്കുന്നതിലുമുള്ള ബുദ്ധിമുട്ടാണ് ചെറുപുഴയിൽ ഒരു പോലീസ് സ്റ്റേഷൻ എന്ന ആവശ്യത്തിന് വഴിവെച്ചത്. മുൻപ് പുളിങ്ങോം കേന്ദ്രീകരിച്ച് പോലീസ് ഔട്ട് പോസ്റ്റ് ഉണ്ടായിരുന്നു. സമീപകാലത്ത് അത് നിർത്തലാക്കുകയും ചെയ്തു. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ചെറുപുഴയിൽ പോലീസ് സ്റ്റേഷൻ അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവായത്. തുടർന്ന് പോലീസ് സ്റ്റേഷന് ആവശ്യമായ സ്ഥല സൗകര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കെ ചെറുപുഴയിലെ മൃഗാശുപത്രി കെട്ടിടം പോലീസ് സ്റ്റേഷൻ അനുവദിക്കാമെന്ന് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി അധികൃതരെ അറിയിക്കുകയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് ഈ കെട്ടിടം മതിയാകുമെന്നും അല്പം വേണ്ട അറ്റകുറ്റപ്പണികളും സൗകര്യങ്ങളും ഏർപ്പെടുത്തിയാൽ മതിയെന്നും പഞ്ചായത്ത് ഇത് സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് എത്രയും പെട്ടെന്ന് നടപടികൾ പൂർത്തിയാക്കി പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുമെന്ന് കണ്ണൂർ SP മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇത് കഴിഞ്ഞ് മാസങ്ങളായിട്ടും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ ഉടനടി നടപടിയുണ്ടായില്ലെങ്കിൽ ചെറുപുഴയുടെ പോലീസ് സ്റ്റേഷൻ എന്ന സ്വപ്നം യാഥാർത്ഥ്യമല്ലാതാകും. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ, ചെറുകുന്നിൽ KSTP റോഡ് നിർമ്മാണം അവതാളത്തിൽ. നിർമ്മാണം പൂർത്തിയായ റോഡിൽ JCB ഉപയോഗിച്ച് കുഴിയെടുത്ത് വാട്ടർ അതോറിറ്റി പൈപ്പ് സ്ഥാപിച്ചു. ജനം ദുരിതത്തിൽ. ഡിസംബർ 31 മുൻപ് പൂർത്തിയാക്കുമെന്ന് ഉറപ്പു നൽകിയാണ് ചെറുകുന്ന് ടൗണിൽ KSTP റോഡ് നിർമ്മാണം ആരംഭിച്ചത്. തുടക്കത്തിൽ പ്രവൃത്തി വേഗതയിൽ നടന്നിരുന്നു. എന്നാൽ നിർമ്മാണം 90% പൂർത്തിയായപ്പോൾ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് വീണ്ടും കിളിച്ചു. ടെലിഫോൺ കേബിളുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും റോഡ് നിർമ്മാണം വൈകാൻ കാരണമാകുന്നു. അധികൃതരുടെ തലതിരിഞ്ഞ പരിഷ്കാരം കാരണം ജനം പൊറുതിമുട്ടുകയാണ്. നിർമ്മാണ പ്രവൃത്തി എന്ന് തീരുമെന്ന് പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. മിക്ക വ്യാപാര സ്ഥാപനങ്ങളും റോഡ് കയ്യേറിയത് പൂർണ്ണമായും ഒഴിപ്പിക്കാൻ സാധിച്ചില്ല. ഇത് ഓവുചാലുകളുടെ പ്രവൃത്തിയും വൈകാൻ കാരണമാകുന്നു. ഇലക്ട്രിക് തൂണുകൾ ഓവുചാലിന് നടുവിലാണ് മിക്കയിടങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്നത്. ഉന്നതരുടെ ഇടപെടൽ ചില ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ ഓവുചാൽ നിർമ്മാണ പ്രവൃത്തി വൈകാൻ കാരണമാകുന്നുണ്ട്. റോഡ് നിർമ്മാണം വൈകുന്നത് ജനങ്ങളുടെ വ്യാപക പ്രതിഷേധത്തിന് കാരണമാകുന്നു. ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പിൽ ഇവർ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് എല്ലാ വാട്ടർ അതോറിറ്റിക്കും BSNL-ലും. അത് ചെയ്യാതെ റോഡിൻ്റെ പണി ഏതാണ്ട് ഫിനിഷിംഗ് ആകുന്ന സമയത്താണ് വീട് ഇവർ കിളക്കുന്നത്. ഇത് ആദ്യമേ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിളക്കൊന്നും ഈ പണിയൊന്നും ഈ രണ്ടാമത് എടുക്കേണ്ട ഗതികേട് വരില്ലായിരുന്നു. ഓവുചാലിൻ്റെ ഒരു ഭാഗം തീരുമ്പോൾ മറ്റൊരു ഭാഗം ഇപ്പം പെൻഡിങ്ങിൽ തന്നെയാണ്. അത് പൂർണ്ണമായിട്ട് ഒരേ സമയത്ത് തീർക്കുന്നില്ല. പാപ്പിനിശ്ശേരി പിലാത്തറ KSTP റോഡ് നിർമ്മാണം ചെറുകുന്നിൽ ഇഴഞ്ഞു നീങ്ങുന്നത് വ്യാപാരികളെയും പൊതുജനങ്ങളെയും ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കാർഷിക വിളകളുടെ വില തകർച്ച, കർഷകർക്കൊപ്പം സംസ്ഥാനത്തെ ബാങ്കുകളെയും പ്രതിസന്ധിയിലാക്കുന്നു. ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിലയുണ്ടായിരുന്ന സമയത്ത് കർഷക വായ്പകൾ മുടങ്ങാതെ അടച്ചിരുന്ന കർഷകർ ഇപ്പോൾ തുക തിരിച്ചടക്കാൻ കഴിയാതെ ഉഴറുകയാണ്. കർഷകരിൽ ഭൂരിഭാഗവും ബാങ്ക് കടം ഉള്ളവരാണ്. ഓരോ ബാങ്കും കോടിക്കണക്കിന് രൂപയാണ് കർഷകർക്കായി വായ്പ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ തിരിച്ചടവ് മുടങ്ങുന്നതാണ് ബാങ്കുകളിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഭൂരിഭാഗം പേരുടെയും പ്രധാന കൃഷി റബ്ബറാണ്. 1 കിലോ റബ്ബറിന് 85 രൂപയിലധികം ഇപ്പോൾ കർഷകന് ലഭിക്കുന്നുമില്ല. മുൻകാലങ്ങളിൽ ബാങ്കിലെ തിരിച്ചടവിനെ കണക്കാക്കി റബ്ബർ ഷീറ്റുകൾ കൂട്ടിവെക്കുകയും മികച്ച വില വരുമ്പോൾ വിറ്റ് അന്ന് തന്നെ ബാങ്ക് ഇടപാടുകൾ പുതുക്കുകയുമാണ് പതിവ്.
അക്കൂട്ടത്തിൽ കുറച്ച് തുക നിക്ഷേപിക്കുന്ന കർഷകരും കുറവായിരുന്നില്ല. വിലയിടിവ് മൂലം ഈ രീതിയെല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണ്. റബ്ബറിന് പാൽ കൂടുതൽ കിട്ടുന്ന സമയമാണിത്. എന്നിട്ടും വിലയില്ലാത്തത് കാരണം പലരും ടാപ്പിംഗ് നടത്തുന്നുമില്ല. വിലത്തകർച്ച ഭൂമിയുടെ പാടിലും ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. ഭൂമി കൈമാറ്റം വ്യാപകമായി നടന്നിരുന്നപ്പോൾ ബാങ്കുകളിൽ ഹ്രസ്വകാല നിക്ഷേപങ്ങൾ ധാരാളം എത്തിയിരുന്നതായും ഇപ്പോൾ അത്തരം ഇടപാടുകളൊന്നും നടക്കുന്നില്ലെന്നും ബാങ്ക് ജീവനക്കാർ പറയുന്നു. കാർഷിക മേഖലയിലുള്ള പ്രതിസന്ധി ബാങ്കുകളെ കാര്യമായ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മലയോര മേഖലയിലുള്ള ബാങ്കിങ് ശാഖകളിൽ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നത്തിന് മതിയായ വില കിട്ടാത്ത ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ അവർക്ക് കടങ്ങൾ തിരിച്ചടക്കാനോ പലിശ അടച്ച് പുതുക്കാനോ ഉള്ള ഒരു നിർവാഹമില്ലാത്ത ഒരു അവസ്ഥകളിൽ ബാങ്കുകൾ കിട്ടാക്കടത്തിൻ്റെ ആ ഒരു ഭീമമായ ഒരു ഭീഷണി നേരിടുന്ന ഒരു അവസരമാണിപ്പോൾ. കർഷകരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ആത്മഹത്യ മുൻപിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണ്. 2 വർഷം മുമ്പേ എടുത്ത വായ്പകളൊക്കെ അന്ന് കാർഷിക മേഖലയിലുണ്ടായ വിലക്കയറ്റവും ഉൽപ്പന്നങ്ങൾക്കുള്ള വില കൊണ്ട് തന്നെ ബാങ്കുകൾ നല്ല രീതിയിൽ തന്നെ വായ്പകൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കാർഷിക മേഖലയിലുണ്ടായ ആ വിലത്തകർച്ച, പ്രത്യേകിച്ച് റബ്ബറിന് ഒന്നും കിട്ടാത്ത അവസ്ഥകളിൽ ബാങ്കുകൾ ലോൺ പുതുക്കുന്നതോ പുതിയ ലോൺ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സാമ്പത്തിക വർഷം അവസാനിക്കാറായിരിക്കെ കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവൊന്നും കണക്കിലെടുക്കാതെ ബാങ്കുകൾ വായ്പാ തുക തിരിച്ചുപിടിക്കാൻ നടപടികളെടുക്കുമെന്നുറപ്പാണ്. കുത്തകകളെ പ്രീണിപ്പിക്കാൻ മത്സരിക്കുന്ന സർക്കാരുകൾ മണ്ണിൽ പൊന്നുവിളയിക്കുന്ന കർഷകനെ അവഗണിച്ച ചരിത്രമേ നമുക്ക് പറയുവാനുള്ളൂ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. CPIM പയ്യന്നൂർ മണ്ഡലം കാൽനട പ്രചാരണ ജാഥ പ്രയാണം തുടരുന്നു. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന ജാഥയ്ക്ക് എങ്ങും ആവേശോജ്വല സ്വീകരണമാണ് ലഭിക്കുന്നത്. അഴിമതി വിമുക്ത മതനിരപേക്ഷ വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രയാണം നടത്തുന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് CPM പയ്യന്നൂർ മണ്ഡലത്തിൽ കാൽനട ജാഥ സംഘടിപ്പിച്ചത്. ജനുവരി 5 പുളിങ്ങോത്ത് നിന്നും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്ത ജാഥ മലയോര മേഖലയിൽ പര്യടനം പൂർത്തിയാക്കി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KM ജോസഫ് നയിക്കുന്ന ജാഥയുടെ 4ാം ദിവസത്തെ പര്യടനം കരിവള്ളൂർ വടക്കേ മണക്കാടിൽ നിന്നും ആരംഭിച്ച് ജാഥയ്ക്ക് കുണിയൻ, വെള്ളൂർ, കാറമേൽ, കണ്ടോത്തുമുക്ക്, കോറോം തുടങ്ങിയ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ലീഡർ KM ജോസഫ്, CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ, മാനേജർ C സത്യപാലൻ, KP മധു, K രാഘവൻ, K സത്യഭാമ, KU രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ പ്രസംഗിച്ചു. കേരളത്തെ രക്ഷിക്കാനുള്ള മാർച്ചിന് നേതൃത്വം നൽകുമ്പോൾ സുധീരൻ പറയണം, കേരളത്തെ രക്ഷിക്കാനുള്ള എന്ത് മൗലിക പ്രശ്നമാണ് ഇവിടെയുള്ളത് എന്ന് പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന, ജനവിരുദ്ധമായ നയങ്ങൾ സ്വീകരിക്കുന്ന തന്റെ നേതാവ് ഉമ്മൻചാണ്ടിയുടെ വെറികെട്ട ഭരണത്തിൽ നിന്ന് ഈ കേരളത്തെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യമാണ് സുധീരൻ മുമ്പോട്ട് വെക്കുന്നത്. കണ്ടോത്തുമുക്കിൽ നടന്ന സ്വീകരണ യോഗത്തിൽ KK ഗംഗാധരൻ, C കരുണാകരൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. KB ഗോവിന്ദൻ, P ശശിധരൻ, MB ഗോവിന്ദൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിലെ സ്വീകരണത്തിന് ശേഷം ജാഥ ഞായറാഴ്ച വൈകിട്ട് കുന്നരുവിൽ സമാപിക്കും. ഇനി പെരുങ്കളിയാട്ട വിശേഷങ്ങൾ. കുഞ്ഞിമംഗലം വടക്കൻകോവിൽ ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം ഞായറാഴ്ച സമാപിക്കും. 3ാം കളിയാട്ട ദിനമായ ശനിയാഴ്ച വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. കുഞ്ഞിമംഗലം വടക്കൻകോവിൽ ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടം ഞായറാഴ്ച സമാപിക്കും. 3ാം കളിയാട്ട ദിനമായ ശനിയാഴ്ച പുലർച്ചെ മുതൽ വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. കന്നിക്കുരുമകൻ, ബാലി, മടയിൽ ചാമുണ്ടി, കുണ്ടോറ ചാമുണ്ടി, വിഷ്ണുമൂർത്തി, ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. കളിയാട്ട സമാപനത്തോടടുക്കുമ്പോൾ ക്ഷേത്രങ്ങളിലേക്കുള്ള ഭക്തജന പ്രവാഹവും വർദ്ധിച്ചിരിക്കുകയാണ്. വൈകുന്നേരത്തോടെ ദീപാരാധന, വടക്കത്തി ഭഗവതിയുടെ ഉച്ചത്തോറ്റം, ബാലി, കന്നിക്കുരുമകൻ എന്നീ തെയ്യങ്ങളുടെ വെള്ളാട്ടം, വിവിധ തെയ്യങ്ങളുടെ തോറ്റങ്ങൾ, വടക്കത്തി ഭഗവതിയുടെ അന്തിത്തോറ്റം, കൊടിയിലത്തോറ്റം എന്നിവയും നടന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ വടക്കത്തി ഭഗവതിയുടെ തിരുമുടിഞ്ഞു വരും. കാഴ്ചക്കാർക്ക് കൗതുകമായി 15കാരന്റെ തെയ്യക്കോലം.
കുഞ്ഞിമംഗലം വടക്കൻകോവിൽ പെരിങ്കളിയാട്ടത്തിൽ വിഷ്ണുമൂർത്തിയുടെ കോലമണിഞ്ഞത് +1 വിദ്യാർത്ഥി അഭിനവാണ്. പെരുങ്കളിയാട്ടത്തിൽ തെയ്യക്കോലമണിയുക എന്നത് ഏതൊരു തെയ്യം കലാകാരനെ സംബന്ധിച്ചും സ്വപ്നതുല്യമാണ്. അത് പ്രധാന ദേവിയുടെയോ ദേവന്റെയോ തെയ്യക്കോലം അല്ലെങ്കിൽ പോലും പുണ്യമായി തന്നെയാണ് ഈ കലാകാരന്മാർ കാണുന്നത്. എന്നാൽ തെയ്യം അരങ്ങേറ്റം തന്നെ അത്തരമൊരു സന്ദർഭത്തിലായാൽ അത് ഇരട്ടി മധുരവുമാണ്. ഈ സന്തോഷ നിർവൃതിയിലാണ് കുഞ്ഞിമംഗലത്തെ അഭിനവ് എന്ന 15-കാരൻ തെയ്യം കെട്ടിലുള്ള അരങ്ങേറ്റമാണ് വടക്കൻകോവിൽ ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിൽ നടന്നത്. വിഷ്ണുമൂർത്തിയുടെ കോലം കെട്ടിയാണ് അഭിനവ് തന്റെ ആദ്യ കാൽവെപ്പ് തന്നെ ഗംഭീരമാക്കിയത്. തുടക്കക്കാരന്റെ പതർച്ചകളൊന്നുമില്ലാതെ ചെണ്ടയുടെ രൗദ്രതാളത്തിൽ വിഷ്ണുമൂർത്തി കോലമായി അഭിനവ് ഉറഞ്ഞാടി. പരമ്പരാഗത തെയ്യം കലാകാരന്മാരുടെ കുടുംബാംഗമായ അഭിനവ് ഇളയച്ചന്മാരുടെയും വല്യച്ചന്മാരുടെയും ശിക്ഷണത്തിലാണ് തെയ്യം കല അഭ്യസിച്ചത്. കുഞ്ഞിമംഗലം തെക്കുംപാട് മനയിൽ വളപ്പിൽ പ്രകാശൻ പുഷ്പ ദമ്പതികളുടെ മകനാണ് അഭിനവ്. അമേയാണ് സഹോദരി. 15-കാരന്റെ തെയ്യക്കോലം കാണാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. വടക്കത്തി ഭഗവതിയുടെ തിരുമുടി നിർമ്മാണം പൂർത്തിയായി. 42 അടിയോളം വരുന്ന വലിയ മുടി 1 മാസക്കാലത്തെ പ്രവർത്തന ഫലമായാണ് പൂർത്തിയാക്കിയത്. പെരുങ്കളിയാട്ടത്തിൽ സുപ്രധാനമായ ചടങ്ങാണ് പ്രധാന ആരാധനാമൂർത്തിയുടെ തിരുമുടി നിവരൽ. അതുകൊണ്ട് തന്നെ തിരുമുടി ഒരുക്കുന്നതും സവിശേഷമായ ചടങ്ങുകളോടെയാണ്. വലിയ മുടിയാണെങ്കിൽ ആഴ്ചകളോളം നീളുന്ന പരിശ്രമത്തിന്റെ ഫലമായാണ് നിർമ്മാണം പൂർത്തിയാകുക. ഘട്ടം ഘട്ടമായുള്ള വിവിധങ്ങളായ ചടങ്ങുകൾക്ക് ശേഷമാണ് തിരുമുടി നിർമ്മാണം ആരംഭിക്കുന്നത് തന്നെ. സാധാരണ വലിയ മുടികളിൽ നിന്ന് വ്യത്യസ്തമായി 42 മുതൽ 45 അടി വരെ നീളത്തിലാണ് പെരുങ്കളിയാട്ടത്തിലെ വലിയ മുടികൾ. ഇത്തരത്തിൽ 42 അടിയോളം ഉയരത്തിലാണ് കുഞ്ഞിമംഗലം വടക്കൻകോവിൽ ഭഗവതി ക്ഷേത്രത്തിലെ വടക്കത്തി ഭഗവതിയുടെ തിരുമുടി നിർമ്മിച്ചിരിക്കുന്നത്. പ്രശ്നചിന്തയിൽ തെളിഞ്ഞതു പ്രകാരം മുഹൂർത്ത സമയത്ത് നിലം തൊടാതെ മുറിച്ചെടുത്ത കവുങ്ങ് വാലിക്കാരുടെ ചുമലിലേറ്റിയാണ് ക്ഷേത്രത്തിലെത്തിക്കുന്നത്. തുടർന്ന് വിവിധ ദിവസങ്ങളിലായി നിരവധി തെയ്യം കലാകാരന്മാരുടെയും അനുബന്ധ പ്രവർത്തകരുടെയും പരിശ്രമഫലമായാണ് പടുകൂറ്റൻ തിരുമുടി നിർമ്മിച്ചത്. തിരുമുടിയിലെ തുണി തുന്നിച്ചേർക്കുന്ന പ്രവൃത്തിയാണ് ഇനി ബാക്കിയുള്ളത്. കവുങ്ങ് ചീന്ത്, മുള എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മാണം. ഭക്തിക്കപ്പുറം മനോഹരമായ കലയുടെ സമ്മേളനം കൂടിയാണ് തിരുമുടി നിർമ്മാണം. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ തിരുമുടി നിവരും. ഒരു നേരം തൊഴുതാൽ ഒരിക്കലും മറക്കാത്ത അനുഭൂതിയാണിവിടെ. പെരുങ്കളിയാട്ടത്തിന് എത്തുന്നവർക്ക് കുടിവെള്ളം വിതരണം ചെയ്ത് സംഘാടക സമിതി മാതൃകയാകുന്നു. കളിയാട്ട വേദികളിൽ കുടിവെള്ള വിതരണം പതിവാണെങ്കിലും മുടക്കമില്ലാതെ ആവശ്യക്കാർക്ക് കൃത്യമായി ലഭ്യമാക്കുന്നിടത്താണ് ഈ സംഘം വേറിട്ടതാകുന്നത്. കളിയാട്ടക്കാലമെന്നാൽ കടുത്ത ഉഷ്ണകാലം കൂടിയാണ്. തുലാപ്പത്ത് കഴിഞ്ഞ് ഇടനാളുകളിൽ കാവുകളും ക്ഷേത്രങ്ങളും ചെണ്ടമേളം കൊണ്ട് ശബ്ദമാനമായി തീരുന്ന കാലം. രാത്രിയിൽ കടുത്ത തണുപ്പും പകൽ അതുപോലെ ചൂടുമാണ്. തുലാ മുതൽ ഇടവപ്പാതി വരെയുള്ള ഈ അത്യുഷ്ണകാലത്ത് തന്നെയാണ് ക്ഷേത്രാങ്കണങ്ങളിൽ തെയ്യങ്ങൾ ഉറഞ്ഞാടുന്നത്. പണ്ട് കാലങ്ങളിൽ തെയ്യാട്ടക്കാവുകളിലെത്തുന്ന ഭക്തജനങ്ങൾ ദാഹവും വിശപ്പും സഹിച്ചാണ് തങ്ങളുടെ പരദേവതകളുടെ മുന്നിൽ സങ്കടങ്ങൾ ഉണർത്തിക്കാൻ കാത്തുനിൽക്കാറ്. അപൂർവ ഇടങ്ങളിലൊഴികെ മറ്റെല്ലായിടത്തും കളിയാട്ടക്കാവുകളിൽ ദാഹവും വിശപ്പുമകറ്റാൻ വഴിവാണിഭവക്കാരെ ആശ്രയിക്കേണ്ടിയിരുന്നു അന്ന്. എന്നാൽ കാലം മാറി. ഇന്ന് കളിയാട്ടക്കാവുകൾ എല്ലാം കൊണ്ടും സമൃദ്ധമാണ്. ഭക്തജനങ്ങളുടെ ദാഹമകറ്റാൻ തണ്ണീർ പന്തലുകളും വിശപ്പകറ്റാൻ ഭഗവത് പ്രസാദമായ അന്നദാനവും. വിശന്നു വലഞ്ഞും ദാഹിച്ചും കളിയാട്ടക്കാവുകളിലെത്തുന്ന ആർക്കും തിരിച്ചു പോകേണ്ടി വരില്ല. ദൈവാനുഗ്രഹത്താൽ മനം നിറഞ്ഞും അന്നദാനത്താൽ വയർ നിറഞ്ഞും നിറഞ്ഞ മനസ്സോടെയാണ് ഭക്തർ തിരിച്ചു പോകുന്നത്. 32 വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന കുഞ്ഞിമംഗലം ശ്രീ വടക്കൻകോവിൽ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്ന ഭക്തർക്കായി സംഘാടക സമിതി വിവിധയിടങ്ങളിലായി കുടിവെള്ളം സജ്ജീകരിച്ചിട്ടുണ്ട്. പെരുങ്കളിയാട്ടത്തിന് പ്രത്യേകമായി കുടിവെള്ള കമ്മിറ്റിയും
അതിനായി നിരവധി സ്ത്രീ പുരുഷ വളണ്ടിയർമാരും ജനങ്ങളുടെ ദാഹമകറ്റാൻ സദാസമയവും സജ്ജരായിട്ടുണ്ട്. 4ഓളം സ്റ്റാളുകളൊരുക്കി പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്താണ് കുടിവെള്ള വിതരണം. ചിട്ടയോടും ശുചിത്വ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയും നടത്തുന്ന കുടിവെള്ള വിതരണം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടവിധം ഉപയോഗപ്പെടുന്നുണ്ട്. പെരുങ്കളിയാട്ടം കൂട്ടായ്മയുടെ ആഘോഷമാണ്. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം തന്നെ എല്ലാ മേഖലയിലുള്ള സംഘാടന മികവാണ് പെരുങ്കളിയാട്ട നഗരിയിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. കളിയാട്ട നഗരിയിൽ എത്തുന്ന ഓരോ മുഖത്തും ആ സംതൃപ്തി കാണുവാനും സാധിക്കുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. ചെറുപുഴയിൽ അടയ്ക്കാക്കളത്തിന് അഗ്നിബാധ. 15 ക്വിൻ്റലോളം അടയ്ക്ക കത്തിനശിച്ചു. ഇടശ്ശേരിക്കാട്ടിൽ ജോർജിന്റെ അടയ്ക്കാക്കളത്തിനാണ് തീപിടിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 10:30യോടെയാണ് സംഭവം. അടക്ക ഉണങ്ങുന്നതിനായിട്ട തീയിൽ നിന്നാണ് അഗ്നിബാധയ്ക്ക് കാരണമായതെന്നും പറയപ്പെടുന്നു. തീയണയ്ക്കാൻ ഫയർഫോഴ്സ് എത്തിയെങ്കിലും പ്രദേശത്തേക്ക് വാഹനം കടന്നു വരാത്തതിനാൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തന്നെ തീയണയ്ക്കുകയായിരുന്നു. വാഴക്കുണ്ടത്തെ ഇടശ്ശേരിക്കാട്ടിൽ ജോർജിന്റെ കൊപ്രയട്ടികൾക്കാണ് തീപിടിച്ചത്. 15 ക്വിൻ്റലോളം അടയ്ക്ക കത്തിനശിച്ചു. 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാരംഗം സാഹിത്യ ശില്പശാല വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 600-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മനുഷ്യത്വം വളർത്താം വളരാം എന്ന സന്ദേശമുയർത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പൊതുവിദ്യാലയങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന കലാസാഹിത്യവേദിയാണ് വിദ്യാരംഗം. മത്സരാധിഷ്ഠിതമായ പുതിയ ലോകത്ത് മാനവിക മൂല്യങ്ങളെയെല്ലാം ദുർബലപ്പെടുത്തുമ്പോൾ സാഹിത്യവും കലയും സംസ്കാരവുമെല്ലാം മനുഷ്യനെ കൂട്ടിയിണക്കാനുള്ളതാണെന്ന സന്ദേശമുയർത്തി പയ്യന്നൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി സാഹിത്യ ശില്പശാല വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 12 വേദികളിലായി നടന്നു. കടങ്കഥ, കുട്ടിക്കവിതാലാപനം, കാവ്യാലാപനം, ചിത്രരചന, പെൻസിൽ ജലച്ചായം, നാടൻപാട്ട്, പുസ്തകാസ്വാദനം, തിരക്കഥ എന്നീ ഇനങ്ങളിൽ നടന്ന ശില്പശാലയ്ക്ക് പ്രഗത്ഭർ നേതൃത്വം നൽകി. അതത് ക്ലാസുകളിലൂടെ നേടിയ അറിവും ആത്മവിശ്വാസവും അനുഭവവുമായിട്ടാണ് കുട്ടികൾ അവരുടെ രചനകളും അവതരണങ്ങളും നടത്തിയത്. ശില്പശാലകളിൽ 600-ലധികം കുട്ടികൾ പങ്കെടുത്തു. LP വിഭാഗം കടങ്കഥയിൽ കാങ്കുൽ ALP സ്കൂളിലെ നേഹ P 1-ാം സ്ഥാനവും, കുട്ടിക്കവിതാലാപനത്തിൽ വെള്ളോറ AUPSലെ മാളവിക K, ചിത്രരചന പെൻസിലിൽ JMUP ചെറുപുഴയിലെ മിഥുൻ KV എന്നിവർ 1-ാം സ്ഥാനം നേടി. UP വിഭാഗം കവിതാരചനയിൽ വെള്ളോറ AUPയിലെ നിഹാര വിപിനും, കഥാരചനയിൽ കൂക്കാനം UPSലെ കാർത്തിക RPയും, ചിത്രരചന വാട്ടർ കളറിൽ മാതമംഗലം ഹൈസ്കൂളിലെ അശ്വതി KVയും, പുസ്തകാസ്വാദനത്തിൽ അന്നൂർ UP സ്കൂളിലെ മിഴി VPയും, കാവ്യാലാപനത്തിൽ മാത്തിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിലെ ശിവപ്രിയ ബിയും, നാടൻപാട്ട് മത്സരത്തിൽ മാതമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തന്നെ തേജ ഗണേഷും 1-ാം സ്ഥാനം നേടി. ഈ വർഷം മുതൽ ഹൈസ്കൂൾ വിഭാഗത്തിന് മാത്രമായി ആരംഭിച്ച തിരക്കഥാരചനയിൽ കരിവള്ളൂർ AV സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അപർണ AP 1-ാം സ്ഥാനം നേടി. ഹൈസ്കൂൾ വിഭാഗം കഥാരചനയിൽ വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ജന രാജി 1-ാം സ്ഥാനവും, കവിതാരചനയിൽ കരിവള്ളൂർ AV സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അർച്ചന KVയും, ചിത്രരചന വാട്ടർ കളറിൽ പയ്യന്നൂർ സെൻറ് മേരീസ് ഹൈസ്കൂളിലെ വിസ്മയ KVയും, പുസ്തകാസ്വാദനത്തിൽ കോറോം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഐശ്വര്യ TVയും, കാവ്യാലാപനത്തിൽ മാതമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വന്ദന പണിക്കരും, നാടൻപാട്ടിൽ കരിവള്ളൂർ AV സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചാന്ദിനി Tയും 1-ാം സ്ഥാനം നേടി. ഉപജില്ലാ ശില്പശാലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വിവിധ ഇനങ്ങളിലെ 1-2 സ്ഥാനം നേടിയവർക്ക് ജനുവരി 22, 23 തീയതികളിൽ കതിരൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ജില്ലാ ശില്പശാലയിൽ പങ്കെടുക്കാം. ജില്ലയിൽ നിന്നും 1-ാം സ്ഥാനം നേടുന്ന മത്സരാർത്ഥിക്ക് സംസ്ഥാന ശില്പശാലയിലേക്കും അവസരം ലഭിക്കും. LP വിഭാഗത്തിൽ സെൻറ് മേരീസ് പുഞ്ചക്കാടും, ഹൈസ്കൂൾ വിഭാഗത്തിൽ AV സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും 1-ാം സ്ഥാനം നേടി. സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവിൽ ഉദ്ഘാടനം ചെയ്തു. ചന്തേര ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ വനിതകൾക്കുള്ള സ്വയം രക്ഷാ പരിശീലന പരിപാടിക്ക് തുടക്കമായി. ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹകരണത്തോടെ നടത്തുന്ന പരിശീലനം പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ഫൗസിയ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ സ്ത്രീകൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾ നേരിടുന്ന ചൂഷണങ്ങൾക്ക് നേരെ സ്വയം പ്രതിരോധിക്കുവാനുള്ള ആർജവം ഉണ്ടാക്കിയെടുക്കാനും ഏത് പരിതസ്ഥിതിയെയും നേരിടാനുള്ള മനസാന്നിധ്യം നേടിയെടുക്കാനും ഉദ്ദേശിച്ചാണ് പരിശീലന പരിപാടിക്ക് തുടക്കമിട്ടത്. വർത്തമാനകാലത്തിൽ ഇത്തരം പരിശീലനത്തിന്റെ ആവശ്യകത അത്യാവശ്യമാണെന്ന് പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PC ഫൗസിയ പറഞ്ഞു. ഒരു 10 വീട്ടിലായാലും അവിടെയുള്ള പീഡനങ്ങളും അതും സ്ത്രീകൾക്ക് നേരെയാണ് വന്നടങ്ങുന്നത്. അതുപോലെ തന്നെ പല പീഡന കേസുകളും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പോലും പീഡിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്ര നല്ലൊരു ക്യാമ്പ് വന്ന് നിങ്ങൾ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങൾക്ക് നേരെ മുൻകരുതെടുത്തുകൊണ്ട് അതിന് നേരെ നല്ല വിദ്യകൾ പഠിച്ചുകൊണ്ട് ഇതിനൊരു
കാസർഗോഡ് ഡിവൈഎസ്പി കെ ദാമോദരൻ പദ്ധതി വിശദീകരിച്ചു. PTA പ്രസിഡന്റ് PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. നീലേശ്വരം CI KE പ്രേമചന്ദ്രൻ, ചന്ദേര SI മെൽവിൻ ജോസ്, CRO പത്മനാഭൻ NB, ബീറ്റ് ഓഫീസർമാരായ പ്രസാദ് മേലേത്ത്, NK ശശി, R ദിലീപ്, CV ബിജു, PK ശ്രീജിത്ത്, PP അശോകൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകൾ അക്രമികളിൽ നിന്ന് സ്വയം രക്ഷയ്ക്കായി നടത്തേണ്ട അടവുകളെക്കുറിച്ച് ഡെമോൺസ്ട്രേഷനും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. SFI പെരിങ്ങോം ഏരിയ സമ്മേളനം ചെറുപുഴയിൽ ആരംഭിച്ചു. മുന്നോടിയായി പ്രവർത്തകരുടെ റാലിയും നടന്നു. 2 ദിനങ്ങളിലായാണ് SFI പെരിങ്ങോം ഏരിയ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ മുന്നോടിയായി വിദ്യാർത്ഥികളുടെ റാലിയും നടന്നു. ഏരിയയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ SFI പ്രവർത്തകർ കക്കേംജാൽ കേന്ദ്രീകരിച്ചതിനു ശേഷം ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ പടുകൂറ്റൻ പ്രകടന റാലിയായി ബസ് സ്റ്റാൻഡ് ചുറ്റി മേലെ ബസാറിലെ സമ്മേളന നഗരിയിൽ സമാപിച്ചു. തുടർന്ന് സരിൻ ശശി യോഗം ഉദ്ഘാടനം ചെയ്തു. അപഗ്രഥിക്കുകയും അതിനാവശ്യമായ തീരുമാനമെടുത്ത് പിരിയുകയാണ് ചെയ്യുന്നത്. SFIയുടെ അഖിലേന്ത്യാ സമ്മേളനം രാജസ്ഥാനകത്ത് ചേരുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമെന്നുള്ളത് വരുന്ന കുറേ കാലത്തേക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ മേഖല ഏറ്റവും പുരോഗമനപരമായി മുന്നോട്ട് പോകാൻ എന്തുമാത്രം നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നതിൻ്റെ കൂടി യോഗമായിട്ട് ആ സമ്മേളനം മാറുകയാണ്. A. അനിൽ അധ്യക്ഷനായി. ആതിര, സിദിൻ TV എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന്റെ പ്രചരണാർത്ഥം പയ്യന്നൂർ നഗരത്തിൽ പടുകൂറ്റൻ റാന്തൽ സ്ഥാപിച്ചു. തൃക്കരിപ്പൂർ തങ്കയം നവജീവൻ ക്ലബ് കെട്ടിടോദ്ഘാടനത്തിന്റെ ഭാഗമായി വനിതാ സമ്മേളനം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ആലീസ് കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഒരു പുരോഗതിയോ ശാക്തീകരണമോ വന്നതായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്താൻ നമുക്ക് സാധിക്കാത്തത്ര രീതിയിൽ സ്ത്രീകൾക്ക് നേരെയുള്ള കടന്നാക്രമങ്ങളും സ്ത്രീകൾക്ക് നേരെയുള്ള പീഡനങ്ങളും സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥയും വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കോടതിയിലേക്ക് വന്ന് നോക്ക്. കേസ് നടത്താൻ സ്ത്രീ പീഡനത്തിന് വിധേയരായി നിൽക്കുന്നതിൽ MBBS കഴിഞ്ഞവരുണ്ട്, ഡോക്ടർമാർ വന്ന് നിൽക്കുന്നുണ്ട്, MTech പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട്, IT പ്രൊഫഷണൽസ് വന്ന് നിൽക്കുന്നുണ്ട്. വിദ്യാസമ്പന്നരായവരും പണാധിപത്യത്തിൽ വശപ്പെട്ട് വിവാഹിതരായ ശേഷം ബന്ധമുലഞ്ഞ് കോടതി കയറുന്നത് പതിവായിരിക്കുകയാണെന്ന് പ്രമുഖ അഭിഭാഷക കൂടിയായ ആലീസ് കൃഷ്ണൻ സ്ത്രീ സമൂഹം വെല്ലുവിളി എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് അഭിപ്രായപ്പെട്ടു. വിവാഹ കമ്പോളത്തിൽ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കുന്നതാണ് ഇതിന് കാരണമെന്നും ആലീസ് കൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് ചെയർപേഴ്സൺ ശാന്തമ ഫിലിപ്പ് വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വനിതാവേദി പ്രസിഡന്റ് AKP ഗിരിജ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ AK നളിനി, അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി തുടങ്ങിയവർ സംസാരിച്ചു. PU സുമതി സ്വാഗതവും M മാലതി നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നല്ല ഭൂമി ആരോഗ്യ സ്വരാജ് കൂട്ടായ്മ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ജൈവോൽപ്പന്ന വിപണനവും സെമിനാറും സംഘടിപ്പിച്ചു. വിഷം നിറച്ച പച്ചക്കറികളെ ഒഴിവാക്കി ജൈവ പച്ചക്കറി ഉപയോഗം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന നല്ല ഭൂമി ഭക്ഷ്യ ആരോഗ്യ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ച തോറും പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ജൈവ പച്ചക്കറി ചന്തകളും സെമിനാറും സംഘടിപ്പിച്ചു വരികയാണ്. വിവിധതരം ചീരകളും പച്ചിലകളും ജൈവ ഉൽപ്പന്നങ്ങളും വിത്തുകളും ചന്തയിൽ വിപണനത്തിന് ഉൾപ്പെടുത്തി. ജൈവ പച്ചക്കറികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസുകളും ഉണ്ടായി. നല്ല ഭൂമിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 15, 16 തീയതികളിൽ പുക്കൻ നാട്ടരിമേളയും സംഘടിപ്പിക്കും. മെട്ടമ്മൽ CH മുഹമ്മദ് കോയ ഹയർ സെക്കൻഡറി സ്കൂൾ 2009-2011 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ വക സ്കൂളിലേക്ക് നൽകുന്ന സ്കാനർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്കൂൾ അധികൃതർക്ക് നൽകി. പഴയകാലത്ത് സ്കൂളിൽ സേവനം ചെയ്തവർക്കുള്ള ധനസഹായ വിതരണവും ചടങ്ങിൽ നടന്നു. സഹജീവി സ്നേഹവും സാഹോദര്യവും പ്രദാനം ചെയ്യുന്നതാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ നാട്ടുകാരൻ കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ പറഞ്ഞു. നമ്മൾ പഠിച്ച സ്കൂളിൽ ആവശ്യമായ സ്കാനറും പ്രിന്ററൊക്കെ കൊടുത്തിരിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾ നന്നായി പഠിപ്പിച്ച് മാതൃകാ വിദ്യാർത്ഥികളായി പഠിച്ചു കൊണ്ടുവന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് ഗുരുവന്ദനമായി ഉപഹാരം. KP മുഹസിൻ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ സത്യൻ മാസ്റ്റർ, സുരേഷ്, മുനീർ, റഷീദ്, ഫാസിൽ തുടങ്ങിയവർ സംസാരിച്ചു. മുദസിർ സ്വാഗതവും ജസ്ല നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇളമ്പച്ചി രാജീവ് ജി കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഫോക്ലോർ അവാർഡ് ജേതാക്കൾക്ക് സ്വീകരണവും അനുമോദനവും നൽകി. പ്രസിഡന്റ് TV ബാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തി ആ സ്ഥാപനത്തിന് പ്രഭാകരൻ തരങ്കിണി എന്ന പേരും ഇട്ടു. അങ്ങനെയാണ് പ്രഭാകരൻ തരങ്കിണി പ്രഭാകരൻ ആവുന്നത്. അങ്ങനെ അതിലൂടെയാണ് പ്രഭാകരൻ അങ്ങനെ വളർന്നു. പ്രഭാകരൻ ശരിക്കും പ്രഭാകരനൊരു നാടക നടൻ കൂടിയാണ്.
അതുപോലെ നാടകത്തിലൊക്കെ മേക്കപ്പ് ചെയ്യുന്ന ഒരു മേക്കപ്പ് മാൻ കൂടിയാണ് പ്രഭാകരൻ. ഈ കലാരംഗത്ത് വളരെ ശോഭിച്ച ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ എനിക്ക് വളരെ ഒരു 40 വർഷം മുമ്പ് തന്നെ പ്രഭാകരന് പ്രത്യേക താല്പര്യം ഈ കോൽക്കളിയോട്, അതുപോലെ ചരടുകുത്തിക്കളി, ഈ 2 കളിയോടും പ്രഭാകരനുണ്ടായിരുന്ന താല്പര്യം. കോൽക്കളി രംഗത്ത് മികവ് തെളിയിച്ച പ്രഭാകരൻ തരംഗിണിയെ രാജീവ് ജി കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് ടി.വി. ബാലൻ മാസ്റ്റർ പൊന്നാടി അണിയിക്കുകയും ഉപഹാരം നൽകി അനുമോദിക്കുകയും ചെയ്തു. പൂരക്കളിയിൽ പുരസ്കാരം നേടിയ വൈക്കത്ത് രാഘവൻ അന്തിത്തിരിയനെ പഞ്ചായത്ത് മെമ്പർ എം വി അനിതയും വാസ്തുശില്പകലയിൽ അവാർഡ് നേടിയ തെക്കടവൻ നാരായണൻ പണിക്കർ മണിയാണിയെ CDS ചെയർപേഴ്സൺ M K പ്രസന്നയും പൊന്നാടി അണിയിക്കുകയും ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. അർഹതയ്ക്കുള്ള അംഗീകാരമാണ് അവാർഡ് ജേതാക്കൾക്ക് സർക്കാർ നൽകിയതെന്ന് KV രാഘവൻ മാസ്റ്റർ, PC രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ഹോട്ടൽ ജുജു ഇന്റർനാഷണൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്രതാരം കാവ്യ മാധവൻ മുഖ്യാതിഥിയായി. 4 സ്റ്റാർ കാറ്റഗറിയിൽപ്പെടുന്ന അതിവിപുലമായ ഹോട്ടലിൽ 60 AC മുറികളും മൊനാർക്ക് മൾട്ടി കസിൻ റെസ്റ്റോറൻറ്റും സൗത്ത് ഇന്ത്യൻ, ഇന്ത്യൻ, തന്തൂരി, ചൈനീസ്, അറബിക്, കോണ്ടിനെൻ്റൽ രീതിയിലുള്ള ഭക്ഷണങ്ങളും പരിചയസമ്പന്നരായ പാചക വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് ഒരുക്കുന്നത്. അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ അടുക്കള വടക്കേ മലബാറിൽ തന്നെ ആദ്യമാണ്. 350 പേർക്ക് ഇരിക്കാവുന്ന ലോട്ടസ് ബോൺഗെറ്റ് ഹാൾ, 100 പേർക്ക് ഇരിക്കാവുന്ന വൈസ്രോയ് മിനി ഹാൾ, 1000 പേരെ ഉൾക്കൊള്ളുന്ന ബ്ലൂ മൂൺ റൂഫ് ടോപ്പ് എന്നിവ ഹോട്ടലിൻ്റെ പ്രത്യേകതയാണ്. കൂടാതെ 250ഓളം കാറുകൾക്കുള്ള പാർക്കിംഗ്, സൗജന്യ വൈഫൈ സൗകര്യം എന്നിവയും ഹോട്ടൽ ജുജു ഇന്റർനാഷണൽ ഒരുക്കിയിട്ടുണ്ട്. ഹോട്ടലിൻ്റെ ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ നിർവഹിച്ചു. ഓഡിറ്റോറിയം ഉദ്ഘാടനം CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനും, റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം KT സഹദുള്ളയും, മിനി ഓഡിറ്റോറിയം ഉദ്ഘാടനം M നാരായണൻകുട്ടിയും നിർവഹിച്ചു. പ്രശസ്ത ചലച്ചിത്രതാരം കാവ്യ മാധവൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഇതൊരു എനിക്ക് തോന്നിയതൊരു വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു നല്ലൊരു ഹോട്ടൽ ആവശ്യമുണ്ട് ഇവിടെ. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ട് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കൗൺസിലർ പോത്തേര കൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K ജയരാജ്, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ, BJP പയ്യന്നൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി CK രമേശൻ മാസ്റ്റർ, കണ്ണൂർ വിഷൻ MD AV ശശികുമാർ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. നിരവധി പേരാണ് ഉദ്ഘാടന ചടങ്ങിന് എത്തിച്ചേർന്നത്. ഓൾ കേരള വിജയ് ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഇളയദളപതി ഡോക്ടർ വിജയ് ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ തളിപ്പറമ്പ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കിലാണ് പ്രവർത്തകർ രക്തം നൽകിയത്. ചടങ്ങ് TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. തളിപ്പറമ്പ സെക്രട്ടറി നവീൻ, ജില്ലാ സെക്രട്ടറി പ്രജിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. 50ഓളം വിജയ് ഫാൻസുകാർ രക്തം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. IRPC കാങ്കോൽ ഈസ്റ്റ് ലോക്കലിന്റെയും MEK വായനശാല ആലക്കാടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗനിർണയവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ആലക്കാട് കളരിക്കൽ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായാണ് ജീവിതശൈലി രോഗനിർണയവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചത്. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഉഷ ഉദ്ഘാടനം ചെയ്തു. നിരാലംബരായി വൈശയാലംബരായി കിടക്കുന്ന രോഗികൾക്ക് വാട്ടർ ബെഡ് ആയാലും എയർ ബെഡ് ആയാലും അതുപോലെ തന്നെ വാക്കർ അങ്ങനെയൊക്കെ ഉള്ള ഉപകരണങ്ങൾ നൽകിക്കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ IRPCയുടെ വളണ്ടിയർമാർ ഓരോ മാസം കൂടുമ്പോഴും നിരവധി പേർ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു. നിരാലംബരായ കിടപ്പിലായ രോഗികൾക്കുള്ള എയർബെഡ് CPIM കാങ്കോൽ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി KP കണ്ണൻ ചടങ്ങിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് മെമ്പർ CV ശോഭനയ്ക്ക് കൈമാറി. IRPC കാങ്കോൽ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ചെയർമാൻ C രമേശൻ ചടങ്ങിൽ അധ്യക്ഷനായി. കൺവീനർ K സുധീർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KV സുരേഷ് ബാബു, CV ശോഭന, CPIM ലോക്കൽ സെക്രട്ടറി KP കണ്ണൻ, ജോയിന്റ് കൺവീനർ KV പവിത്രൻ, MEK വായനശാല പ്രസിഡന്റ് M പ്രകാശൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. റയാൻ ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ പഴയങ്ങാടി ലോഞ്ചിങ് മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. ചെന്നൈ ഹിന്ദുസ്ഥാനി യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ P ഭാസ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു. അയക്കലോ അല്ല വിദ്യാഭ്യാസം. ഒരു വ്യക്തിക്ക് എങ്ങനെ സ്വന്തത്തിന്റെ വെള്ളവും വലിയ വ്യക്തിയായി വളരാൻ കഴിയുകയും ചെയ്യുക. ഈ സ്ഥാപനം തുടങ്ങുമ്പോഴും വിദ്യാലയത്തിന് മറ്റ് വിദ്യാലയങ്ങളിൽ നിന്നുള്ള പ്രത്യേകത വ്യക്തി പറപ്പിച്ചു പറയാനുണ്ട്. റയാൻ ഇന്റർനാഷണൽ സ്കൂളിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. റയാൻ ഫൗണ്ടേഷൻ ചെയർമാൻ MK അനീസ് അധ്യക്ഷത വഹിച്ചു. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ, M പവിത്രൻ, ശശികുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഇനി മാറ്റൊലി.
സംസ്ഥാനത്ത് 2000-ഓളം എയ്ഡഡ് വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യം പരിമിതമെന്ന് പഠന റിപ്പോർട്ട്. ഈ വിഷയത്തിലുള്ള നെറ്റ്വർക്ക് ചാനൽ പ്രേക്ഷകരുടെ പ്രതികരണമാണ് ഇന്നത്തെ മാറ്റൊലിയിൽ. താരതമ്യേന പൊതുവിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താറുണ്ടെങ്കിലും ഗവൺമെൻറ് തലത്തിലേക്ക് അവർ അനുകൂലമായ പല ഫണ്ടുകളും ലഭ്യമാകുന്നില്ല എന്നാണ് ഒരു സത്യം. അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇപ്പോൾ സർവശിക്ഷ അഭിയാൻ്റെ ഫണ്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഫണ്ടിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്ക്. ഗവൺമെൻറ് സ്കൂളിൽ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി നിരവധി പദ്ധതികളും നടപ്പിലാക്കുമ്പോൾ മാനേജ്മെൻറ്റ് സ്കൂളിന് ഈ സൗകര്യങ്ങൾ കിട്ടുന്നില്ല. മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് ഒരു അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധ്യാപകരെടുക്ക് ചേർക്കുന്നതിന് വലിയ ഒരു സംഖ്യ കോഴയായി അവർ വാങ്ങുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു സത്യം. ആ പൈസ യഥാർത്ഥത്തിൽ ഈ അടിസ്ഥാന സൗകര്യത്തിന് അവർ ഉപയോഗപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ട തരത്തിലുള്ളതായ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ നിർമ്മിക്കപ്പെടാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മാനേജ്മെൻറ്റ് ഓരോ മാനേജരും ഒരു ടീച്ചറെ ചേർക്കുമ്പോൾ മേടിക്കുന്ന ലക്ഷങ്ങളാണ്. ചെറിയ പിയുടെ പോസ്റ്റിന് വരെ 5 ലക്ഷം 10 ലക്ഷം മേടിക്കുന്നുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യാണ്ട് നമ്മുടെ നാട്ടുകാരെ കുട്ടികൾ അവിടെ വരുന്നില്ല ധൈര്യത്തിലാണ് അവർ നിൽക്കുന്നത്. അത് എന്തായാലും ശരിയല്ല. മാനേജ്മെൻറ്റ് അവിടെ വാങ്ങുന്ന പൈസ അതിൻ്റെ ഒരു കാൽ ഭാഗമെങ്കിലും അവിടെ യൂട്ടിലൈസ് ചെയ്ത് ആ സാധാരണ കുട്ടികൾക്ക് വേണ്ടുന്ന സൗകര്യം ഒരുക്കേണ്ടതാണ്. അതിന് ഗവൺമെൻറ്റോ മറ്റ് PTO ഉത്തരവാദികളല്ല. അതുകൊണ്ട് ആ സ്കൂളിൽ പോകുന്നത് അങ്ങനെയില്ല സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കാൻ രക്ഷിതാക്കൾ മെനക്കെടാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ടീച്ചറെ ചേർക്കാൻ ലക്ഷങ്ങളാണ് മേടിക്കുന്നത്. 5-6 ലക്ഷം മേടിച്ചിട്ട് ഒരു ടീച്ചറെ പോസ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്വയം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ അവർ മാനേജ്മെൻറ്റ് സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ അവർ സ്വന്തം സ്കൂളാണ്. അപ്പോൾ ആ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആത്മാർത്ഥത അവർക്ക് ആദ്യം വേണം. അത് ചെയ്യാണ്ട് അവിടെ ഒരു സ്കൂൾ എടുത്തിട്ടിട്ട് ഇങ്ങനെ ടീച്ചർ പോസ്റ്റിൽ ഇങ്ങനെ പൈസയും വാങ്ങിച്ചിട്ട് ഇങ്ങനെ നടന്നതിന് വേണ്ടി യാതൊരു അർത്ഥവുമില്ല. സ്വന്തം സ്കൂളിൽ നിന്ന നിലയിൽ അവർ ആദ്യം നല്ല ഇത് പിന്നെ കാശ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ സർക്കാരോ മുന്നോട്ട് വരുന്നില്ല. ഗവൺമെൻറ് മേഖലയിൽ ഒരുപാട് ഫണ്ടുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്കൂളുകൾക്ക് കൊടുക്കുന്നുണ്ട്. സ്കൂളുകൾ ഗവൺമെൻറ് മേഖലയിലായാലും എയ്ഡഡ് മേഖലയിലായാലും ഒരേ കുട്ടികളാണ് പഠിക്കുന്നത്. കുട്ടികളെ നോക്കാതെ ഗവൺമെൻറ് എന്നോ എയ്ഡഡ് എന്നോ കുട്ടികളെ തരംതിരിക്കാതെ എയ്ഡഡ് മേഖലയിലും ഗവൺമെൻറ് സ്കൂളിൽ നൽകുന്നത് മാതിരി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എയ്ഡഡ് സ്കൂളുകളിൽ ഫണ്ട് അനുവദിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ നാട്ടിലെ എയ്ഡഡ് സ്കൂളുകളിൽ മതിയായ സൗകര്യമില്ല എന്നുള്ള ഒരു കണ്ടെത്തൽ ഇപ്പോൾ ഒരു കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ തന്നെ അന്വേഷിച്ച് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. നമ്മുടെ പല എയ്ഡഡ് സ്കൂളുകളും ഒരു സൗകര്യമില്ലാതെ ചിലപ്പോൾ ചില സ്കൂളുകളിൽ ശൗചാലയങ്ങൾ വരെ ഇല്ലാത്ത ഒരു ഘട്ടം ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അടിയന്തരമായും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എയ്ഡഡ് സ്കൂളുകളിലേക്കും അതുപോലെ തന്നെ എയ്ഡഡ് മാനേജ്മെൻറ്റിനും ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇഷ്ടംപോലെ ഇപ്പോൾ പുതിയ അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയുന്ന ഈ സാഹചര്യത്തിൽ ഇനി കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ഒരു ഘട്ടമാണ് വരാൻ പോകുന്നത്. ആ സമയത്ത് സർക്കാർ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ടുകൊണ്ട് സ്കൂളുകളിൽ മതിയായ ഭൗതിക സാഹചര്യം ഒരുക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ അനാസ്ഥ, ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പ്രഖ്യാപനം കടലാസിൽ ഒതുങ്ങുന്നു. വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ, ചെറുകുന്നിൽ KSTP റോഡ് നിർമ്മാണം അവതാളത്തിലാക്കുന്നു. കാർഷിക വിളകളുടെ വില തകർച്ച, കർഷകർക്കൊപ്പം സംസ്ഥാനത്തെ ബാങ്കുകളും പ്രതിസന്ധിയിൽ. കുഞ്ഞിമംഗലം വടക്കൻകവൽ ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം ഞായറാഴ്ച സമാപിക്കും. SFI പെരിങ്ങോം ഏരിയ സമ്മേളനം ചെറുപുഴയിൽ ആരംഭിച്ചു. ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.